പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത യാമത്തിൽ ദൈവവചന ചിന്തകളാൽ നിറയുവാൻ കർത്താവ് തരുന്ന ആ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. വളരെ സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മനുഷ്യന്റെ ലോകജീവിത വീക്ഷണത്തിൽ വിപരീതമായി നവജീവിത ശൈലിക്കായി വെല്ലുവിളിക്കുന്ന ഉപദേശങ്ങളാണ് യേശു കർത്താവ് പർവ്വത പ്രസംഗത്തിലൂടെ കേൾവിക്കാർക്ക് നൽകുന്നത്. ആത്മീക ജീവിതം ഏറ്റവും സുഖപ്രദവും എളുപ്പത്തിൽ സാധിക്കാവുന്നതും ആണെന്ന ധാരണയെ തൻ്റെ വാക്കുകളിലൂടെ ദൈവപുത്രൻ പൊളിച്ചെഴുതുന്നു. സുഖദായക ഭൗതിക സമൃദ്ധി സുവിശേഷം അഥവാ പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതിലേക്ക് വിശ്വാസ സമൂഹത്തെ ആകൃഷ്ടരാക്കുന്നതിനുള്ള തീവ്രമായ പരിശ്രമം പല കോണുകളിൽ നിന്നും ഉയരുന്നു. അത് കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. ക്ലേശകരമായ പാതകളിലൂടെ ദൈവത്തോടൊപ്പം പ്രയാണം ചെയ്ത് ജീവിത വിജയം പ്രാപിക്കുന്നതിന് കർത്താവ് ആഹ്വാനം ചെയ്യും. വിശാലത നാശത്തിലേക്കാണ്. സാമാന്യ തത്വത്തിനെതിരായ ഒരു പ്രസ്താവനയാണ് യേശു തമ്പുരാൻ ഇവിടെ നടത്തുന്നത്. വീതിയും വിശാലതയും യാത്രയെ സുഗമമാക്കുമെന്ന പൊതുവായ ധാരണയെ നിഷേധിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നത് അത് നാശത്തിലേക്ക് നയിക്കുമെന്നാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ ആവശ്യപ്പെടുന്ന യേശു അത് ജീവൻ പകർന്നു തരുമെന്ന് കൂട്ടിച്ചേർക്കും. വിലക്കുകളും പരിമിതികളും നിയമങ്ങളും മൂല്യങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയുള്ള ജീവിതക്രമം ആപത്ത് ക്ഷണിച്ചു വരുത്തുമെന്നും മറിച്ച് അവയെ മാനിച്ചുള്ള പോക്ക് ജീവിതത്തെ താളാത്മകമാക്കുമെന്നും അർത്ഥം. എന്നാൽ അനേകരും എളുപ്പ വഴി അന്വേഷിച്ച് തകർച്ചയിൽ വീണു പോകുന്നു എന്ന ദുഃഖം യേശു പങ്കുവയ്ക്കുന്നു. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ത്വരയും ധനസമ്പാദന വ്യഗ്രതയും ആഡംബര ഭ്രമവും അനേകരെ ഇന്ന് അധാർമികതകളിലേക്കും അസാൻമാർഗികതകളിലേക്കും വഴി നടത്തുന്നു. അന്ധമായി പരസ്യങ്ങളെ വിശ്വസിച്ച് ചതിക്കുഴികളിൽ വീണുപോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നവമാധ്യമങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ പെടുന്നവരും അനേകരാണ്. ദൈവവിഷയമായി സമ്പന്നരാകുന്നതിന് കഠിനപാതയിലൂടെയുള്ള പ്രയാണം അനിവാര്യമാണെന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തത് ഞെരുക്കം ജീവങ്കിലേക്കാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ തീക്ഷ്ണമായ ദൈവാഭിമുഖ്യത്തോടെ ചരിക്കുന്നവർ സമർത്ഥമായ ജീവന്റെ അനുഭവത്തിലേക്ക് വരും എന്ന് യേശു പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായി അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന തന്റെ വ്യഥയും യേശു മറച്ചു വെക്കുന്നില്ല. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് സൗമ്യതയോടെയും ഹൃദയശുദ്ധിയോടെയും ലാളിത്യത്തോടെയും കരുണയുള്ളവരായിരിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും എളുപ്പമല്ല, മറിച്ച് ഇടുക്കമാണ്. ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് പ്രശോഭിക്കുന്നതും ഉപ്പുപോലെ അലിഞ്ഞില്ലാതെയാകുന്നതും തികഞ്ഞ മൗഢ്യമാണ്. എന്നാൽ പ്രപഞ്ച വീണ്ടെടുപ്പിനായി തന്റെ ജീവനെ മറുവിലയായി നൽകാൻ ഒരുങ്ങുന്നവൻ കാട്ടുന്ന മാതൃക ഞെരുക്കത്തിന്റെ മുൾവഴികളിലൂടെയുള്ള സഹന ശൈലിയാണ്. ശത്രുവിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ക്രിസ്തു ശൈലി സചേതനമായ ജീവന്റെ നീർച്ചാലുകളിലേക്ക് നമ്മെ കരം പിടിച്ചു നടത്തും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നാശത്തിലേക്ക് നയിക്കുന്ന വീതിയും വിശാലതയുമുള്ള പാത വെടിഞ്ഞ് അങ്ങയോടൊപ്പമുള്ള ഞെരുക്കത്തിന്റെ വഴിത്താര തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ എന്നെ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിത ശൈലിയെക്കുറിച്ച് കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. ക്ലേശകരമായ ആത്മീക പ്രയാണം ജീവന്റെ സമൃദ്ധിക്ക് കാരണമാകുമെന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.